ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്താപ്പത് കഥ? ഈ പേജിലൂടെ അൺബോക്സിംഗ് വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിംഗ് മൊബൈൽ ഫോൺ റിവ്യൂ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ആയിരുന്നു. അതിനുശേഷം ആദ്യമായി ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിങ്ങനെ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം, എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ഫോണാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോക്ക് പുറകിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു DSLR എഫക്റ്റ് വന്നു കണ്ടില്ലേ? അത് ഞാൻ ഈ ഒരു ഫോണിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണക്കാരന് ഒരു DSLR ക്യാമറ വാങ്ങുക എന്ന് പറഞ്ഞാൽ 60,000-70,000 രൂപ മുടക്കണം. അതിന് പകരം ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ നമുക്ക് രണ്ട് ഗുണമുണ്ട്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം നടക്കും, അതിന്റെ കൂടെ തന്നെ DSLR ക്യാമറയുടെ എഫക്റ്റ് നമുക്ക് ലഭിക്കും. ഇതുവരെ നമുക്ക് ഈ ഒരു പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് DSLR നമുക്ക് ഫോട്ടോയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ ഫോണിലും. പക്ഷേ ഇനി നമുക്ക് വീഡിയോയിലും ഈ ഒരു ഫോണിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പാകെ ഇത് ഒന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഫീച്ചറുകൾ കാര്യങ്ങൾ നോക്കാം. ഇത് ബാക്ക് ക്യാമറ വരുന്നത് 4 ക്യാമറയാണ്, ഫ്രണ്ട് ക്യാമറ വരുന്നത് 2 ക്യാമറയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ 4000 mAh ബാറ്ററി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ മൊബൈൽ ഫോൺ ഞാൻ വാങ്ങിയിട്ടുള്ളത് മൈജി എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പിൽ നിന്നാണ്. നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള അവിടുത്തെ മാനേജറായ അജ്മൽ ഒന്നാമയിലാണ് എനിക്ക് ഈ ഒരു മൊബൈൽ സജഷൻ ചെയ്തത്. കാരണം ഞാൻ വേറൊരു മൊബൈലായിരുന്നു പോയത്, പക്ഷേ പോർട്രേറ്റ് വീഡിയോ ഇതിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഞാൻ എടുത്തു. എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഫോൺ ആയിരുന്നു, അവർക്ക് കൊടുത്തിട്ട് എക്സ്ചേഞ്ചിലാണ് ഞാൻ ഈ ഫോൺ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ OnePlus ആയിരുന്നു. OnePlusനേക്കാൾ കൂടുതൽ ക്യാമറ ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അവസാനം ഞാൻ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ പോർട്രേറ്റ് വീഡിയോ ചിലപ്പോൾ മനസ്സിലാത്ത ആളുകളുണ്ടാവും. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ, അതായത് ബ്ലർ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ എടുക്കാം, അതാണ് ഈ ഒരു മൊബൈൽ ഫോൺ. എന്തായാലും നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. മൊബൈൽ ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തത് മൈജി കൊണ്ടോട്ടിയിൽ നിന്നാണ്. ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ വാങ്ങാനുണ്ടായ കാരണം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ച് കാണും, ഞാനൊരു സ്റ്റുഡിയോയിൽ നിന്നാണ് അധികവും വീഡിയോ നിങ്ങൾക്ക് മുമ്പാകെ എത്താറുള്ളത് വീഡിയോയിൽ. പക്ഷേ ഒരു ഔട്ട്ഡോറിൽ ഇരുന്നു കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് DSLR എഫക്റ്റ് കൊടുത്ത് ഞാൻ ഇതുവരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൊബൈലിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചത്. അപ്പോഴാണ് ഈ ഓപ്പോയുടെ reno3 എന്ന് പറയുന്ന മൊബൈലിൽ ഈ ഒരു ഫീച്ചർ ഉണ്ട് എന്ന് അറിഞ്ഞത്. കാരണം നമ്മുടെ DSLR ക്യാമറ വാങ്ങുമ്പോൾ നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ചെറിയൊരു വിലക്ക് നമുക്ക് മൊബൈലിൽ തന്നെ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് വീഡിയോയ്ക്ക് പകരം ഫോട്ടോയിൽ എല്ലാ മൊബൈലിലും ഇപ്പോൾ പോർട്രേറ്റ് മോഡ് ഉണ്ട്. ഇനി മുതൽ വീഡിയോയിലും നമുക്ക് പോർട്രേറ്റ് മോഡ് ലഭിക്കുന്ന ഒരു അടിപൊളി ഫോണാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായി ഇതിൻ്റെ ഫീച്ചറുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ആദ്യമായി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് 64 മെഗാപിക്സൽ പ്ലസ് 13 മെഗാപിക്സൽ 8 മെഗാപിക്സൽ 2 മെഗാപിക്സൽ അങ്ങനെ 4 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 44 മെഗാപിക്സലും പ്ലസ് 2 മെഗാപിക്സൽ അങ്ങനെ 2 ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 16.3 സെൻറ്റിമീറ്ററും 6.4 ഇഞ്ച് ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ബാറ്ററി 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ മൊബൈൽ ഫോണാണ്. അതുപോലെ തന്നെ 8GB റാമും 128 മെമ്മറിയുമുള്ള ഫോൺ കൂടിയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സാധാ ഫോൺ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും എനിക്ക് തോന്നിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. വീഡിയോയിൽ പോർട്രേറ്റ് മോഡുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പാകെ റിവ്യൂ ചെയ്യുന്നതും. ഓക്കെ, ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ അൺബോക്സ് ചെയ്ത് പരിചയമില്ല, എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക, അൺബോക്സ് ചെയ്തുള്ള പരിചയമില്ലാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾക്കത് കാണിച്ചു തരണം. അത് ഓൺ ചെയ്ത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും കാണിച്ചു തരണം. കാരണം ഈ ഒരു മൊബൈലിൽ എടുത്ത വീഡിയോ ഞാൻ അവസാനം വെക്കാം. കാരണം ഈ മൊബൈൽ ഫോൺ ഞാൻ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ വീഡിയോ ഞാൻ എന്താണ് ഈ ഒരു പോർട്രേറ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്തിട്ട് അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കണ്ടേ. അൺബോക്സ് ചെയ്ത് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു എക്സ്ട്രാ പൗച്ചാണ്. സാധാ രീതിയിലുള്ള ഒരു പൗച്ചാണ്. എന്തായാലും പൗച്ചിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ സിം ഊരാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അവിടെ വെക്കാം. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പവർ ചാർജറും അതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റും അതിൻ്റെ ഡാറ്റ കേബിളുമാണ്. അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളുണ്ട്. അത് ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യം പല അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചതായിട്ട് കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് മൊബൈൽ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മൊബൈൽ ഫോൺ നല്ല രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാക്കിന് മുകളിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെയാണുള്ളത് കാണിക്കുന്നത്. 44 മെഗാപിക്സൽ ഡുവൽ പിച്ച് ഹോളോ ക്യാമറയും 64 മെഗാപിക്സൽ
സൂമിങ് ക്യാമറയുമൊക്കെയാണ് ഇതിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത്. അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ ഈ മൊബൈൽ ഫോൺ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല കാണാൻ നല്ല വൃത്തി. 4 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നതാണെങ്കിൽ 2 ക്യാമറയാണ്. ഓക്കെ, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കും അവർ ആ DSLR എഫക്റ്റ്, ആ പോർട്രേറ്റ് മോഡ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ചെയ്ത് ആകുന്ന വരെ കൂട്ടാതെ വെയിറ്റ് ചെയ്യുക. പുതിയ ഫോൺ ഓൺ ആകുമ്പോൾ ഉണ്ടാകുന്ന സമയം ചിലപ്പോൾ എടുക്കും. ഓക്കെ, ഇതിന് 3 വേരിയേഷനുള്ള കളറുകളുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, ഒരു ബ്ലൂ കളറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഇംഗ്ലീഷൊന്ന് സെറ്റ് ചെയ്യാം. ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഏത് ഭാഷയാണ് സെലക്ട്. നമ്മുടെ മലയാളം ഉൾപ്പെടെ ഇതിലുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ മലയാളത്തിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലാംഗ്വേജും കാര്യങ്ങളും വേണ്ടതെങ്കിൽ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മലയാളം ലഭിക്കുന്നുണ്ട്, അറബി ഉണ്ട്, എല്ലാ ഭാഷയും ഉണ്ട് എന്ന് പറയാം. ഓക്കെ, മലയാളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കുകൊണ്ട് അത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് ഏറ്റവും ഫസ്റ്റിൽ തന്നെ കാണിക്കും. അത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകും. ഏറ്റവും മുകളിൽ ഓൾറെഡി ഇത് ഇംഗ്ലീഷിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ വന്നതിന് ശേഷം നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. വൈഫൈ കണക്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾ വൈഫൈ കണക്ട് ചെയ്യാൻ ഞാൻ സ്കിപ്പ് കൊടുക്കുന്നു. ഇതുപോലെ വന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അന്ന് ജസ്റ്റ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിലേക്ക് കടക്കുന്നില്ല. ലേറ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിങ്സും കാര്യം ചെയ്ത് വെക്കേണ്ടി വരും. പെട്ടെന്ന് നമുക്കൊരു മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് എല്ലാം സ്കിപ്പ് ചെയ്ത് കളയുക. ബാക്കിയുള്ള സെറ്റിങ്സും കാര്യങ്ങളും പിന്നീട് നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, നല്ല അടിപൊളി സ്ക്രീനാണ്. നല്ല ടച്ചൊക്കെ നല്ല സ്പീഡുണ്ട്. ഓക്കെ, നല്ല സ്പീഡ് ടച്ചിനൊക്കെ കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. അവർ പറഞ്ഞ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് എടുക്കുക. ഓക്കെ, എബൌട്ട് എടുക്കുക. എബൌട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ ആ ഒരു ബോക്സിന് പുറത്ത് എഴുതിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഫെസിലിറ്റി എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നത് ചിലപ്പോൾ അത്രയും വൃത്തിയായിക്കോളും എന്നില്ല. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ എൻഡിലിടാം. അതൊന്ന് കണ്ടു നോക്കാം. ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഉള്ളത് ഫോട്ടോയിലാണുള്ളത്. അത് നമുക്ക് വീഡിയോ മോഡിലേക്ക് ആക്കുക. വീഡിയോ മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൻ്റെ അടുത്ത് ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു പോർട്രേറ്റിൻ്റെ ചെറിയൊരു ഐക്കൺ വന്നതായിരിക്കും. ആ ഐക്കണിൻ്റെ മുകളിലാണ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് പോർട്രേറ്റായി മാറി. അപ്പോൾ നമുക്ക് ബാർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ബാർ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ DSLR എഫക്റ്റും കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ സാധാ ഫോണിലുള്ളതുപോലെ തന്നെ നമുക്ക് സാധാ ഫോട്ടോ മോഡ്, നൈറ്റ് മോഡ്, പനോരമ മോഡ് അങ്ങനെയുള്ള ബാക്കിയുള്ള ഫീച്ചറുകളൊക്കെ ഓൾറെഡി ഇതിലുണ്ട്. സെറ്റിങ്സും കാര്യങ്ങളും പോയിട്ട് നിങ്ങൾക്ക് HDRും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HDR സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പനോരമ സ്റ്റിക്കറുകൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിക്കറുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കറും കാര്യങ്ങളും ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ഇതിലെടുത്തിട്ടുള്ള ആ വീഡിയോ കൂടി അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ആ വീഡിയോ കൂടി എല്ലാവരും കാണുക.